ഒരു വ്ലോഗ് എൻ്റെ ബർത്ത്ഡേ വ്ലോഗാട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ബർത്ത്ഡേക്ക് നെസ്റ്റോലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നെസ്റ്റോലെ ഫുഡ് കോർട്ടിൽ പിസ്സ റിക്കോട്ടയിൽ നിന്ന് നമുക്ക് ബർത്ത്ഡേൻ്റെ അന്ന് 50% ഓഫ് കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിസ്സ ബാർബിക്യൂ ചിക്കനും പിന്നെ തന്തൂരി ചിക്കനും ആയിരുന്നു. ഇതിന് രണ്ടിനും 290 ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ മോമോസ് വാങ്ങി. ഷെസ്വാൻ ഫ്രൈഡ് മോമോസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മോമോസ് വാങ്ങുന്ന ആ കറക്റ്റ് ടൈമിൽ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നുപോയി. അപ്പോൾ എനിക്ക് ആ ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു പിസ്സ റിക്കോട്ടയിൽ നിന്ന് എനിക്കൊരു ക്രൗൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ലുക്ക്. പിന്നെ ഞങ്ങൾ മോമോസിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് ബാക്കി പൈസ വാങ്ങി സീറ്റിലേക്ക് പോകാൻ നോക്കുന്ന ആ കറക്റ്റ് ടൈമിൽ എൻ്റെ എന്നിട്ട് പറഞ്ഞു എനിക്ക് സ്പൈറൽ പൊട്ടറ്റോ വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കൊണ്ടിരിക്കാം കേട്ടോ ഇവിടുന്ന്. ഇവിടുത്തെ മെനുവിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്പൈറൽ പൊട്ടറ്റോ മാത്രമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ആംബിയൻസൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൈറൽ പൊട്ടറ്റോ വാങ്ങി അവർക്ക് കൊണ്ടുകൊടുത്തു. അപ്പോൾ അവർ കുറച്ച് സമയം ഒന്ന് നോക്കിയിരുന്നു, പിന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ തന്തൂരി ചിക്കൻ എടുത്തു, കഴിച്ചു നോക്കി. പിസ്സ ഇതിൽ ചീസിയാണ് കുറച്ച് ഓവറായിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല മെസ്സി ആയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാർബിക്യൂ ചിക്കൻ നോക്കി. ഇതിൽ എനിക്ക് അതിൻ്റെ മേലിൽ നിന്ന് ഇനി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്താട്ടോ ഇതിലെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഫ്രൈഡ് ഷെസ്വാൻ മോമോസ്. ഞാൻ അതും കഴിച്ചു നോക്കി. ഇതിലുള്ള ആ ഒരു ഡിപ്പ് കഴിച്ചപ്പോൾ ഞാൻ സ്വർഗ്ഗം കണ്ടുപോയി. നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ ഈ ഒരു സ്പൈറൽ പൊട്ടറ്റോനും ഒക്കെ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മോമോസ് ആയിരുന്നു. എനിക്ക് ഫേവറേറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോമോസ് ആട്ടോ. അപ്പോൾ ഞാനും ഉച്ചനോട് ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ട് പറയുന്നില്ല, അവസാനം ഒന്ന് പറഞ്ഞു കിട്ടിയതാണ്. അപ്പം ഞാൻ കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നത് മോമോസാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കതാണ് കുറച്ചുകൂടെ അധികം ഇഷ്ടപ്പെട്ടത്, സ്പൈസി ഒക്കെ ആയിട്ട്. പിന്നെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, ഓളെ കാണിക്കരുത് എന്നുള്ളൊരു ഇതായിരുന്നു അവൾക്ക്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓളെ ഇറിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഉമ്മ, എൻ്റെ കസിന്, എൻ്റെ അനിയത്തിയും, ഞങ്ങൾ ഇത്രയും ആൾക്കാരായിരുന്നു ഉള്ളത്. പിന്നെ എൻ്റെ കറക്റ്റ് ബർത്ത്ഡേ വരുന്നത് ജൂലൈ 9-നാണ്. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാൻ എന്താ ചോദിച്ചാൽ, ഒന്ന് എൻ്റെ മടി, രണ്ട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു, നല്ല കോൾഡൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ കസിനെ കാണിക്കുന്നുണ്ട്. ഓളോ കാണിക്കുന്ന ഒക്കെ ഇഷ്ടമില്ല, ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ നെയ്ഫ. അപ്പോൾ അവളെ കാണിക്കരുത് പറഞ്ഞിട്ടും ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ബനാന അവിൽ മിൽക്ക് വാങ്ങി. അപ്പോൾ അതിൻ്റെ ഒന്നും ക്ലിപ്പ് എനിക്ക് കിട്ടിയില്ല, കാരണം ഫോണിലെ ചാർജ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാനത് ചിക്കിങ് കൊടുത്തു, ചാർജ് കയറ്റി. പിന്നെ ഞങ്ങൾ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ എടുത്തുകൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കാർഡ് എടുക്കാം കേട്ടോ. ഒരു കാർഡിന് 500 റുപ്പീസാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കാർഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാർഡൊക്കെ എടുത്തു. ഞങ്ങൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് കാറിലാട്ടോ. പിന്നെ ആ ഈ ഒരു ക്ലിപ്പ് കുറച്ച് സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും മിച്ചും ഒരു ടീം, നെയ്ഫയും ചക്കും ഒരു ടീമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, നമുക്ക് കയറാനുള്ള ടൈമായി. അപ്പം ഞാൻ റെഡിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനും മിച്ചും പോവാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ടൈം വെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെയും. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് ഇതിൻ്റെ മെക്കാനിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു. ബെൽറ്റൊക്കെ ഇട്ടു, സെറ്റായി. ഇപ്പം നെയ്ഫെ ചക്കു ഇവിടെ നിന്ന് ബെൽറ്റ് ഇടായിരുന്നു. എനിക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരുന്ന ടൈമിൽ ഇവർ ബെൽറ്റൊക്കെ ഇട്ട് സെറ്റ് ആവുന്നതായിരുന്നു കേട്ടോ.
ദെൻ എനിക്ക് അവിടുത്തെ സ്റ്റാഫ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. അപ്പോൾ ഞാനതൊക്കെ കറക്റ്റായി കേട്ടു റെഡിയാക്കി എടുക്കുകയാണ്. ബാക്കിലേക്ക് ഇങ്ങനെ എഴുതാൽ മതി, അങ്ങനെ എഴുതാൽ മതി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെയ്ഫക്ക് പറഞ്ഞു കൊടുത്തു. ആ ഒരു ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ ഗായ്സ്, ഇപ്പോഴും എൻ്റെ ഹെൽത്ത് അങ്ങനെ ഓക്കെ ആയിട്ടില്ല. ഞാൻ ഓരോരിക്കലും വോയിസ് ഓവർ കൊടുത്ത് കട്ട് ചെയ്ത് പോകാട്ടോ. ഇപ്പോൾ തന്നെ കുറേ പ്രാവശ്യം ഞാൻ വോയിസ് ഓവർ എടുത്തു. പിന്നെ ഫോട്ടോ എടുക്കുന്ന വ്യാജനെ വീഡിയോ എടുത്ത് തന്നെ പറ്റിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ വേറെ പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇത് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്കൊരു കൺട്രോൾ കിട്ടിയിട്ടില്ല. പിന്നെ അത് ശരിയായി വന്നു. പിന്നെ നെയ്ഫിനെ കുത്തി ഒരു ബൈക്കാക്കിക്ക്. അപ്പോൾ ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കേട്ടോ. അതാണ് ഇത്ര സ്പീഡ്. അല്ലാണ്ട് ഞങ്ങൾ അധികം സ്പീഡൊന്നും കളിച്ചില്ല. ഞങ്ങളിങ്ങനെ വന്നു, ഇവിടെ എത്തി. കുത്തി നോക്കുമ്പോൾ വണ്ടി നീങ്ങുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. ഇത് കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങാട്ടോ. എനിക്ക് കാർ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും പോകുമ്പോൾ ഇതിൽ കയറും. അപ്പോൾ ഞാനതിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇച്ചുവിനും ചക്കുവിനെ ഒരു കാർ റേസിൻ്റെ റൈഡിൽ കയറ്റി കൊടുത്തു. എൻ്റെ അപ്പുറത്തുള്ള റൈഡിൽ ഞാനും കയറി. അതും ഒരു കാർ റേസ് ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ 9th സ്റ്റേജിലായിരുന്നു ഉള്ളത്. പിന്നെ ഞങ്ങൾ 3D കയറിയിട്ടുണ്ടായിരുന്നു, ഞാനും നെയ്ഫയും. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ എൻ്റെ ഫുൾ ചാർജ് ഇല്ലായിരുന്നു. ചാർജ് തീരും, ഞങ്ങൾ കുത്തിയിടും, ചാർജ് തീരും, കുത്തിയിടും, അങ്ങനെ കളിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇച്ചു ഫസ്റ്റ് അടിച്ചു, ചക്കു സെക്കൻഡ്, ഞാൻ 4th ആയിരുന്നു. അപ്പോൾ ഓലത് ഫിനിഷായി, എൻ്റെതും ഫിനിഷായി. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചുൻ്റെന്ന് ചക്കുൻ്റെന്നും ആയിരുന്നു ഈ ഒരു ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളത് അവിടെ കൊണ്ടുകൊടുത്തു. എന്നിട്ട് കാർഡിലേക്ക് കയറ്റി. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 100 രൂപ എടുത്തു കാർഡിലേക്ക് കയറ്റി. അപ്പോൾ ഞങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കാട്ടോ അവിടുന്ന്. പിന്നെ ചക്കുനെ ഇച്ചുവിനെ ഈ ഒരു ജമ്പീന്ന സാധനത്തിൽ കയറ്റി കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ ഒന്നും അറിയാത്തത് കൊണ്ട് കുറച്ച് പോയിൻറ്റ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇച്ചു കയറിയപ്പോൾ ഞങ്ങൾ അതൊക്കെ സ്കോർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇച്ചും ആ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഭയങ്കര ഇതായപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ കളിച്ചു. കുറച്ചൊക്കെ വീണു, കുറച്ച് വീണില്ല, അങ്ങനെയായിരുന്നു. ഇതിന് ഞങ്ങൾക്കൊരു 10 ടിക്കറ്റ്സ് കിട്ടി തോന്നുന്നു. പിന്നെ ഞങ്ങൾ എറിഞ്ഞ ഒരു ബോൾ നേരെ പോയത്
ഫുഡ് കോർട്ടിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും എടുത്ത് ലാസ്റ്റ് ഇട്ടു. അങ്ങനെ ഞങ്ങൾക്ക് 10 പോയിൻറ്റ്സ് കിട്ടി. പേഴ്സ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചു. ഇത് രസമുണ്ടായിരുന്നു. 2 ആളായിട്ടാണ് ഞങ്ങൾ കളിച്ചത്. എല്ലാ ഗെയിംസും ഞങ്ങൾ 2 ആളായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കളിച്ച് ലാസ്റ്റാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. അപ്പം ഞങ്ങളിത് കളിച്ചു. ഏതോ ഒരു ബോൾ എവിടെയോ ഒന്ന് കൊണ്ട് സ്റ്റക്കായി പോയത് ഞങ്ങൾക്ക് കുറച്ച് ടൈമിലേക്ക് കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളുടെ ടൈം പോയി. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 10 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിന് ചക്കുനെ ഞങ്ങൾ ഒരു വലിയ സ്ഥലം, അവിടെ കുറേ കളിക്കാനുണ്ട്, അപ്പോൾ അവിടെ കയറ്റി കൊടുത്തു. അവിടെ നിന്ന് അവർക്കൊരു ബാൻഡൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോക്സ് ഇടണമായിരുന്നു. അപ്പോൾ ആ ഒരു ഷോക്സൊക്കെ ഇട്ട് അവർ കളിക്കുക കേട്ടോ ഇവിടുന്ന്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ചക്കൂന് അവിടുന്ന് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചു ഇല പോയി അവിടെ അവളെ കയറ്റി കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.